ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ CK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ട്, അപ്പം ഏട്ടൻ വന്നിട്ട് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ സമയം ഓൾറെഡി ഒരു 7 മണി വരെ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കണം, ചോറും എല്ലാ കാര്യങ്ങളും നേരത്തെ ആവണമല്ലോ. ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. അപ്പം ഏട്ടൻ എണീറ്റിട്ട് ഏട്ടൻ്റെതായിട്ടുള്ള പണികൾക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തോരോ ക്ലീനിങ് പരിപാടിയിലൊക്കെയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഏട്ടൻ വന്നതിന് ശേഷം ഫുള്ള് ബിസിയാണ്. ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. അപ്പം ഇന്ന് ഫുള്ള് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ആദ്യകൂട്ടം TV തുറന്നിട്ട് എങ്ങോട്ടാ പോയി നോക്കണേ? എന്താ പണി? ഇതാർക്കാ JCB? അതെന്താ? ഏട്ടൻ ഇവിടെ ഓരോ പണിയിലാണ് കേട്ടോ. ഇപ്പോൾ ചെടികളൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണല്ലോ, കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ. പിന്നെ ഈ ബൊഗൻവില്ല എപ്പോഴും പൂവിടുന്നുണ്ട് കേട്ടോ. ചെടിലിൻ്റെ സീസൺ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും അതിങ്ങനെ പൂക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടെ നമ്മളിതാ കോവയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ കഴിക്കുന്ന പ്രത്യേക ടേസ്റ്റ് അല്ല. ഏട്ടൻ ഇവിടെ തകർത്തുള്ള പണിയിലാണ് കേട്ടോ. ഇവിടെ പിന്നെ എത്ര കഴിക്കിട്ടും കാര്യമില്ല, അതിങ്ങനെ പൊടി പാറും. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേര് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകാണ്ട് തന്നെ ഒരു ഹോം ടൂർ ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും ഏട്ടൻ പോകുന്നതിന് മുന്നേ ഒരു ഹോം ടൂറൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏട്ടൻ വന്നുകൊണ്ട് ഫുള്ള് ബിസിയാണ്, അതിനൊന്നും ഒരു ടൈം കിട്ടുന്നില്ല കേട്ടോ. അതാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ വൈകാണ്ട് തന്നെ അത് ചെയ്യും നമ്മൾ. അപ്പോൾ ഇനി സംസാരിച്ചെന്നാൽ ചായ ഉണ്ടാക്കാനൊക്കെ ലേറ്റ് ആവും. അപ്പം ഇനി ചായ ഒക്കെ ഉണ്ടാക്കാനുള്ള പണികൾ ഞാൻ നോക്കട്ടെ. പിന്നെ മോൻ്റെ സ്കൂളിലൊന്ന് പോകാനുണ്ട്, അപ്പോൾ ഓരോ തിരക്കിലാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ പണിയിലേക്ക് കിടക്കട്ടെ. ആദ്യം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കേഷനിൽ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാറില്ല, കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യം നേരത്തെ എണീറ്റുകൊണ്ട് അവന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്നാക്സും കാര്യങ്ങൾ കണ്ടാൽ ഇങ്ങനെ പാത്രമായിട്ട് വരും, അവൻ ഓരോന്ന് ചോദിക്കും, അതൊക്കെ എടുത്തു കൊടുത്തു. അതിൻ്റെ ഏട്ടൻ വന്നിട്ട് എന്തെന്ന് ചായക്ക് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇന്ന് ചായക്ക് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കിടക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. കറി ഉണ്ടാക്കുകയാണ്. കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൽ 3-4 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടോ, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് വേവിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എന്നിട്ടിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിൽ കൊടിയേറ്റുത്സവമാണ്. അപ്പോൾ ഇന്ന് ആറാട്ടാണ്. ഇന്ന് ചെല്ലാൻ വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടനോടും ഞങ്ങളെല്ലാവരോടും ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് വിളിച്ചിന്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കണ്ട. അപ്പോൾ ചായ കുടിച്ചിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. പെട്ടെന്ന് ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡ് വേണ്ട, കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം തന്നെയാണ്. അപ്പോൾ ഇന്ന് വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് പോകാൻ കഴിയിലുണ്ടാവില്ല എന്ന് ചോദിച്ചാൽ മാറ്റിയതായിരുന്നു. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അമ്മ അച്ഛനെ വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണികളൊക്കെ കുറച്ച് സ്പീഡാക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം, ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇങ്ങനെ കാണിച്ച് വെറുപ്പിക്കേണ്ടത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നത്. അതിന് മുമ്പത്തെ 2-3 വീഡിയോസിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പീഡ് കുറച്ച് കൂടുതലാണ് ചേച്ചി, സ്പീഡ് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത്. അതൊന്നുകൊണ്ടല്ല, ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണോ, ഇനിയിപ്പോൾ ഈ കാണുന്ന വീഡിയോ ആർക്കെങ്കിലും ഒരു ബോറിങ് ആവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത് കേട്ടോ. പക്ഷേ 1-2 വീഡിയോസ് കുഴപ്പമില്ലാത്ത തരത്തിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതിൽ വന്ന കമൻറ്റുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്.
അപ്പം ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നത് ഒന്നുകൊണ്ടല്ല, കുറച്ച് ലെങ്ത്തിയാണ്, ഒരുപാട് ലെങ്ത്താണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ചില ഭാഗങ്ങളൊക്കെ സ്പീഡാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ വീഡിയോയിലും ഓരോരോ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് പറയാം, കമൻറ്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി. അപ്പോൾ പണി ധൃതിയിൽ നടക്കുന്നുണ്ട്. അപ്പം പുട്ടൊരു സൈഡിലാവുന്നുണ്ട്, ചെറുപയർ കറി ഒരു സൈഡിലാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ പോകാനുള്ളതാണല്ലോ, അതുകൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് ആവാൻ കേട്ടോ. പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീൻകറി അതേപോലെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഏട്ടൻ പുറത്ത് വരുമ്പോൾ കുറച്ച് പൂളയും മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ അമ്പലത്തിൽ പോകുമ്പോൾ മീനൊക്കെ കൂട്ടി പോകുന്നത് എന്താണെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ രാവിലെ അല്ല പോണേ, ഞങ്ങളൊരു ഉച്ച ഒരു സമയമാകും. അതായത് അമ്പലത്തിലെ അന്നദാനത്തിൻ്റെ ടൈം ആക്കുമ്പോഴാണ് അവിടെ എത്തുക. കാരണം ഏട്ടൻ വന്നതിന് ശേഷം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. അത് പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് പെട്ടെന്ന് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ഇപ്പോൾ ഓരോ പണികളുണ്ട്. അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ അടിച്ച് തുടയ്ക്കാനുണ്ട്, തിരുമ്പാനുണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ധൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ ഏകദേശം സെറ്റാക്കുകയാണ് കേട്ടോ. കുറച്ച് കൂടുതൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴുകി ഞാൻ പിന്നെ ആദ്യം എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ വലിയ പാത്രങ്ങളൊക്കെ അതേപോലെ പുറത്ത് കഴുകി ഉണക്കാൻ വെക്കും കേട്ടോ. ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഉള്ളോട്ടേക്ക് വെക്കുക. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്, ചായ കുടിച്ച ഭാഗവും അതേപോലെ തന്നെ അടുക്കളയിൽ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ധൃതിയിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ മക്കൾ രണ്ടാളും TV കാണുന്നുണ്ട്. ഏട്ടൻ പിന്നെ എന്തോ പുറത്ത് എന്തൊക്കെയോ പണിയിലൊക്കെയാണ് കേട്ടോ. ഏട്ടന് ഇന്ന് രാവിലെ വീഡിയോ കാണുമ്പോൾ ഞാൻ കാണിച്ചിരുന്നല്ലോ, മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ പിന്നെ ഗേറ്റൊക്കെ കഴുകി ക്ലീനാക്കി. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ പണികൾ അവിടെ പുറത്തുണ്ട്. അപ്പോൾ ആ പണിയിലൊക്കെയാണ് ഏട്ടൻ. അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട് പണികൾ വേഗം തീർത്തിട്ട് നമുക്ക് വേഗം പോകണം എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ തുണി വാഷ് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ ഞാൻ അധികം വാഷിംഗ് മെഷീൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഡ്രസ്സ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഡ്രസ്സൊന്നും അതിൽ ഇടാറില്ല. അതൊക്കെ ഞാൻ പിന്നെ കല്ലിൽ അലക്കാമെന്ന് വെച്ചു കേട്ടോ. ഏട്ടൻ്റെ ഷർട്ടുണ്ട്, പിന്നെ മക്കളതൊക്കെ ഡ്രസ്സുണ്ട്. പിന്നെ ഇപ്പോൾ ഏട്ടൻ വന്നുകൊണ്ട് എന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുണ്ടാവും. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഈ വാഷിംഗ് മെഷീൻ അങ്ങനെ യൂസ് ചെയ്യില്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, അതിൽ തിരുമ്പുമ്പോൾ ഒരു തൃപ്തി തരാത്ത പോലെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഇനി അങ്ങനെ കല്ലിൽ കൂടുതൽ അലക്കിയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. അതായത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമാണ് വാഷിംഗ് മെഷീനിലിടുക. ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനുണ്ടാവില്ലേ, ഒരുപാട് അലക്കാണ്ടാവുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഞാൻ അതിലിടാറുള്ളൂ. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ചെറിയ മോനുണ്ട്, പിന്നെ വീട്ടിൽ ഇപ്പം ഏട്ടനുണ്ട്. ഏട്ടനില്ലാത്ത സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങോട്ടെങ്കിലും ധൃതിയിലൊക്കെ വേണ്ടി പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അർജൻറ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ അതിലിടാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു പറഞ്ഞു. അപ്പോൾ ഏട്ടൻ്റെ പണികളൊക്കെ കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ആദുവിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഇവിടെ നിന്നിട്ടാണ് കുളിക്കാറ്, ഇതിന് മുകളിൽ കയറി നിന്നിട്ട്. അപ്പോൾ വലിയ ഇഷ്ടമാണ് അങ്ങനെ അവിടെ കയറുന്ന കുളിക്കാനൊക്കെ. അപ്പോൾ ഏട്ടൻ അവനെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ എൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ മോനെ കുളിക്കുന്ന തക്കത്തിൽ ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. ഈ സമയമില്ലല്ലോ, പെട്ടെന്ന് പോവണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടിച്ചുതരാൻ നിന്നു. ഇന്ന് ശരിക്കും ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല വീട്ടിൽ പോകുന്ന കേസ്. വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന കേസ്. ഒന്നാമത് പല്ല് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു, പിന്നെ മോൻ്റെ സ്കൂളിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ലാസ്റ്റാണ് അമ്പലത്തിലെ പ്രോഗ്രാം, ലാസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടിയേ ഉള്ളൂ. അതാണ് പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന അന്നദാനം നടക്കുന്നത് അമ്പലത്തിൻ്റെ പുറത്താണ് കേട്ടോ, അമ്പലത്തിന് ഉള്ളിൽ കയറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മീൻ കഴിച്ചത്. ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും കഴിക്കില്ല കേട്ടോ അമ്പലത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അടിച്ചുവരി ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തുടച്ചു കേട്ടോ.
അങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ചു. മോനെ വന്ന് മാറ്റിച്ചു കേട്ടോ. സമയം ഒരുപാടായി, 11:30 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അമ്പലത്തിൽ അവിടെ ഒരു 12 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് വേണമല്ലോ അവിടേക്ക് പോകാനായിട്ട്. അപ്പം അധികം വൈകിയാൽ ക്യൂവും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു വീട്ടിൽ വിളിച്ചപ്പോൾ. അപ്പോൾ നേരം മുഴുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ പൂട്ടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്, അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇന്ന് അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പം അമ്പലം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ടാൾക്കാരെ കണ്ടത്. രണ്ടൊന്നല്ല കേട്ടോ, കുറച്ചെണ്ണം ഉണ്ട്, കുരങ്ങന്മാരാണ്. അപ്പം മോന് കണ്ടപ്പം ആ മങ്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളായിട്ട് മങ്കീൻ്റെ കാർട്ടൂൺസൊക്കെയാണ് കാണാറ്. അപ്പം അവന് കണ്ടോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്, കാരണം ഇന്ന് അവസാന ദിവസമാണല്ലോ, കൊടിയേറ്റ് ഉത്സവമാണ് അമ്പലത്തിൽ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞങ്ങളിത് കഴിക്കുന്നത്. പിന്നെ ഏട്ടനായാലും നാട്ടിൽ വന്നതിന് ശേഷം സദ്യ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സദ്യ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നിറച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും പോന്നിട്ടില്ല. അമ്മയും അച്ഛനും അമ്പലത്തിലാണുള്ളത്. അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും അമ്പലത്തിലെ മാതൃസമിതി അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പോരാൻ കഴിയില്ല. അപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ ഇരുന്ന് വർത്താനമൊക്കെ പറയാണ്. പിന്നെ അമ്മയും അച്ഛനും കുറച്ച് നേരം തന്നെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നത് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. വൈകുന്നേരമായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് വിളിക്കുന്നത്. അവളോട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഐക്കരപ്പടി വീട്ടിൽ. അപ്പോൾ ഇനി അവളെ വെയിറ്റ് ചെയ്യിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി. അവളും സ്കൂട്ടറിലാണ് വന്നത്. മോനായിട്ട് അവിടെ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുക. ഞങ്ങൾ പോരുമ്പോഴാണ് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നതും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കിട്ടും. പക്ഷെ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി വൈകിട്ടാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ വന്നു, ചായ ഒക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ടൈം അവിടെ നിന്നതിന് ശേഷം പിന്നെ അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നല്ലൊരു ഉറക്കമുറങ്ങി. അപ്പോൾ ഇനി നേരെ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ തന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. എൻ്റെ വീട്ടിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം പിന്നെ അഗർപടിക്കുന്ന തിരിച്ചു. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഒരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് ഞാനും ആദ്യം ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അപ്പൊ പിന്നെ വൈകിട്ടേട്ടൻ പറഞ്ഞ് നമുക്ക് ബീച്ചിൽ പോവാന്ന്. അങ്ങനെയാണ് പിന്നെ ഞങ്ങള് ബേപ്പൂര് പോവാന്ന് വിചാരിച്ചു. ബേപ്പൂര് ശാലയം വരെ ഞങ്ങൾ പോയിട്ടില്ല, കുറച്ച് കാലമായി അവിടെയൊക്കെ പോയിട്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പം അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ കേട്ടോ. ഇറങ്ങുമ്പോൾ 6 മണിയായിട്ട്. അവിടെ എത്തുമ്പോഴത്തെ കുറച്ച് ലേറ്റ് ആവാൻ മതിയാവും. എന്തായാലും അറിയില്ല, എന്താ ബ്ലോക്കും കാര്യങ്ങളൊക്കെ പെടുമോന്ന് അറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഇപ്പം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഫറൂഖ് എത്താറായി. അപ്പോൾ ഇന്ന് ഇതൊക്കെ വിചാരിക്കാത്തുള്ള പോക്കാണ് കേട്ടോ. കാരണം ഇന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പല്ല് കാണിക്കാൻ, ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. പിന്നെ മോൻ്റെ സ്കൂളിൽ പോകണം. മോൻ്റെ സ്കൂളിൽ പോകണമെന്ന് വെച്ചാൽ TC വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വഴിയെ എന്താ കാര്യം എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായി കാണും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ക്യാൻസൽ ചെയ്തു. കാരണം സ്കൂളുള്ളത് 12 മണി വരെയാണ്, ഡോക്ടർ ഉണ്ടാവുക 1 മണി വരെയാണ്. അപ്പോൾ അതൊന്നും എന്തായാലും നടക്കില്ലല്ലോ, അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്കും നേരം വൈകും. അതുകൊണ്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ ഏകദേശം ചാലിയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, കാരണം ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. സാധാരണ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് ബീച്ചിലൊക്കെ അധികം തിരക്കുണ്ടാവുക. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെയൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ്
ഒന്ന് രണ്ട് തവണയായിട്ടേ അങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇവിടേക്ക് ഞങ്ങൾ അധികം അങ്ങനെ വരാറില്ല. ഇവിടെ ജങ്കാറുണ്ട്. അപ്പോൾ നമുക്ക് ജങ്കാർ വഴി അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ബേപ്പൂർ പുളിമൂട്ട് ബീച്ചെത്തും. അവിടേക്കാണ് അധികം പോവാറ്. ഇവിടേക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ് ഓൾറെഡി ക്ലോസ് ചെയ്തു. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ടാവും. കറക്റ്റ് 7 മണി ആയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അതാ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം. ഐസ് വരത്തി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, പിന്നെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടന്നുകൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബീച്ചിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് KFC കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് KFC കഴിക്കാൻ പോകണം എന്നുള്ളത്. ഞാനല്ല പറഞ്ഞത്, ആദ്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്നാൽ അച്ഛൻ KFC കഴിക്കാൻ പോകുന്നത്. കാരണം ഏട്ടൻ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഞങ്ങൾ പോയി കഴിക്കാറുണ്ട് KFC കഴിക്കാൻ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഫറൂഖിൽ വരും, അല്ലെങ്കിൽ ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് കഴിക്കും. അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടൻ ഇവിടെ വണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ആദ്യം അടുത്ത് ഏട്ടൻ വെറുതെ കളിപ്പിക്കാനായിട്ട് പറഞ്ഞ് വേണ്ടെന്ന് കഴിക്കേണ്ട, നമുക്ക് വീട്ടിൽ പോകാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ ചെറുതായിട്ടൊന്ന് പിണങ്ങി. പിന്നെ ഇവിടെ നിർത്തിയപ്പോഴാണ് അവന് മനസ്സിലായത് കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. അപ്പോൾ മക്കൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാനും ഹാപ്പിയാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഏട്ടൻ ഓർഡർ ചെയ്തു. ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൽ നിന്നൊരു സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ റോഡിലൊരു ചെറിയൊരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കാറും ഒരു ഗുഡ്സ് വണ്ടിയും കൂടി തട്ടിയതാണ്. ഗുഡ്സ് വണ്ടിയുടെ ഗ്ലാസ് മൊത്തം തകർന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാർക്ക് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ അപ്പോഴേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് വീഡിയോയിൽ കണ്ടത്. പിന്നെ ഏട്ടൻ തിരിച്ച് വന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തിരിച്ച് വരുമ്പം എണ്ണിക്കൊണ്ടാണ് തരുന്നത്. കാരണം എത്ര പീസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചും കൊണ്ടാണ് അവൻ്റെ വരവ്. അപ്പോൾ ഞങ്ങൾ അവനങ്ങനെ കളിയാക്കാണ് കേട്ടോ, നീ എന്താ എണ്ണിയും കൊണ്ട് വരികയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഫുഡ് എത്തി. പിന്നെ ഇത് കഴിക്കണ തിരക്കായല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചു കേട്ടോ. ആദൂനായാലും നല്ല ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് നന്നായി കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ അതൊന്നും ബാക്കി വെക്കാണ്ട് ഞങ്ങളത് മൊത്തത്തിൽ കംപ്ലീറ്റ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ.
അങ്ങനെ വൈകാണ്ട് തന്നെ വീട്ടിലെത്തുമ്പം സമയം ഒരു 10:30 കാണും കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഇനി ആരും ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കിടന്നുറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി, ഇനി ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം. ഇന്ന് ഉച്ചയ്ക്കും ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ചുകൂടി ഉറക്കമുണ്ട്. പിന്നെ പെട്ടെന്ന് ആയിരുന്നല്ലോ വൈകിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയത്. ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഏട്ടൻ പെട്ടെന്ന് ഒന്ന് ചോദിച്ചു പോവല്ലെന്ന് വെച്ചു. ഓക്കെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോവുമായിരുന്നു കേട്ടോ. ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്നായിരിക്കും നമ്മൾ ഓരോ പോക്കും കാര്യങ്ങളും ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ പെട്ടെന്ന് ബീച്ചിലേക്ക് പോയത്. അപ്പോൾ കഴിഞ്ഞു വന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു, വീട്ടിലെത്തി ഫ്രഷായി. ഇനി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ, നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങളോട് അറിയിക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താനുള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പുള്ള വീഡിയോസ് ആണ് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, സീ യു.